നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷം കുറച്ച് ലേറ്റായിട്ടോ കേട്ടോ വന്നത്. അപ്പോൾ എല്ലാവരും കാണാൻ വേണ്ടി മറക്കരുതേ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വിക്രം കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും തിരുമേനി പറഞ്ഞു, എന്നാൽ തുടങ്ങിക്കോളാൻ പറയാണ്. വിക്രത്തിനൊന്നും മനസ്സിലായില്ല. അപ്പോഴേക്കും വേദ പറഞ്ഞു, അതെ ശയനപ്രദക്ഷിണം നടത്തി വരണമെന്ന് പറയാണ്. ശയനപ്രദക്ഷിണോ? വിക്രത്തിനൊന്നും മനസ്സിലായില്ല. അങ്ങനെ വിക്രത്തെയും കൂട്ടി വേദ ശയനപ്രദക്ഷിണം നടത്താനായിട്ട് അങ്ങോട്ടേക്ക് പോയി. വിക്രത്ത് എന്ത് ചെയ്യണമെന്നറിയില്ല. വിക്രം വേദിയൊന്ന് നോക്കി. നന്ദിനി ഇങ്ങനെ ഒരു അന്താളിപ്പോടുകൂടി നോക്കുകയാണ്. ശ്രീജ പറഞ്ഞു, ഇത് വിക്രം നോക്കി നിൽക്കാതെ വരാൻ പറയാണ്. അങ്ങനെ വിക്രം ശയനപ്രദക്ഷിണം ചെയ്യാനായിട്ട് തുടങ്ങി. ആ സമയം വേദയാണ് അങ്ങനെ ശയനപ്രദക്ഷിണം നടത്താനായിട്ട് സഹായിച്ചത്. നന്ദിനി നോക്കി നിൽക്കുന്നിടപ്പം നന്ദിനിയോട് പറഞ്ഞു, എന്താ നന്ദിനി അടുത്ത് നോക്കി നിൽക്കുന്നേ? ഇതേ കൂടെ വരാൻ പറയണം. അങ്ങനെ നന്ദിനിയും കൂടെ ചെന്നു. അങ്ങനെ ശയനപ്രദക്ഷിണം നടത്തി തിരികെ വന്നു. ശയനപ്രദക്ഷിണം നടത്തുമ്പോൾ ശരണം വിളിച്ചുകൊണ്ട് വേണം നടത്താനായിട്ട്. അങ്ങനെ അതൊക്കെ ചെയ്യുന്ന തിരികെ വരുവാണ്. തിരികെ വന്നു കഴിഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞു, അന്നേരം ഇനി ഒന്നുകൂടെ പോയി ദേഹശുദ്ധി വരുത്തിക്കോട്ട് വന്നോളാൻ പറയണം. ഇനി എന്തിനാ ശുദ്ധി വരുത്തുന്നത്? ഇനി എന്താ? അപ്പോഴേക്കും വേദ പറഞ്ഞു, അതെ എനിക്കൊരു വഴിപാടും കൂടെ ഉണ്ട്, തീർന്നില്ല. ഇനിയും വഴിപാടോ? അതെ, ഇനി എന്താ വഴിപാടെന്നായിരിക്കില്ലേ? 41 ദിവസം വിക്രത്തെ വെറുതെ എടുത്ത് മലയ്ക്ക് വിടാക്കാന്ന് ഞാനൊരു നേർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശബരിമലയ്ക്ക് പോകാൻ മാലയിടാനോ? നീ എന്തൊക്കെയാ വേദേ പറയണേ? അതെ, മലയ്ക്ക് പോകാനായിട്ട് 41 ദിവസം നോമ്പെടുത്ത് മലയ്ക്ക് പോകണം. അത് കേട്ടതും വിക്രത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വിക്രം ഒന്ന് വേദയെ കണ്ണുരുട്ടി നോക്കുകയാണ്. വേദ അത് മൈൻഡ് ചെയ്തില്ല. അപ്പോഴേക്കും നന്ദിനി ഓർത്തു, ഇവളാൾ കൊള്ളാലോ, ഇവള് ആള് പുലി തന്നെ. അങ്ങനെ വിക്രം വീണ്ടും പോയി വന്നപ്പോഴത്തേനും തിരുമേനി എന്ത് ചെയ്യണം, മാല എണീച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ വിക്രം മാലയൊക്കെ അണിഞ്ഞു, ശരണം വിളിച്ചു, പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനി വന്നിട്ട് പറഞ്ഞു, എന്നാലും എൻ്റെ വിക്രം, നീ ശയനപ്രദക്ഷിണം നടത്തുന്നതായിട്ട് എനിക്ക് പോലും സഹിച്ചില്ല. ശ്രീജ പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കുന്നത് നന്ദിനി, നീ എങ്ങനെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തി പറയേണ്ട കാര്യം വല്ലതുണ്ടോ? ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇനിയിപ്പോൾ ഒന്നും പറയുന്നില്ലേന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീജ പറഞ്ഞു, നിങ്ങൾ പോയിക്കോ, ഞങ്ങളൊരു ഓട്ടോറിക്ഷയ്ക്ക് വന്നോളാന്ന് പറയാം. ശരിയെന്ന് പറയാം. അങ്ങനെ വേദയും വിക്രവും കൂടെ കയറി. ഈ സമയത്ത് വിക്രം ഒന്നും മിണ്ടുന്നില്ല. ഇത്തിരി ദൂരം അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് ഫോൺ ബെല്ലടിച്ചു. പെട്ടെന്ന് വേദ അത് ചാടി എടുക്കുകയാണ്. അല്ല ഇതെന്താ, നീ ആ ഫോൺ ഇങ്ങോട്ട് തരാൻ പറയണ. അങ്ങനെ ഇപ്പോൾ സൂഹിക്കണ്ട. ഈ ഫോണും ചെവി വെച്ചിട്ടേ ഇങ്ങനെ ഒരു ചെവിയിലേക്ക് ഫോണും വെച്ചിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പോൾ ഫോൺ വിളിച്ച് അങ്ങനെ സൂഹിക്കണ്ട. എടി ഫോൺ ഇങ്ങോട്ട് തരുന്നില്ല എന്ന് പറഞ്ഞ് വേദ ഫോണും മേടിച്ചു. അപ്പോഴത്തേനും വിക്രം ബൈക്ക് ഒതുക്കി വേദ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി. അതെ, ഞാൻ പറയുന്നങ്ങ് അനുസരിച്ചാൽ മതി, പറഞ്ഞു കേട്ടല്ലോ. ഇപ്പം തൽക്കാലത്തേക്ക് ഫോൺ വിളിക്കണ്ട. ഒടുവിൽ വിക്രത്തിന് ദേഷ്യമായി. വേദയാണെങ്കിൽ ഫോൺ കൊടുത്തതുമില്ല. ഒടുവിൽ വിക്രം പറഞ്ഞു, ശരി വിളിക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേദ പറഞ്ഞു, എന്നാൽ ആയിക്കോട്ടെ കയറാൻ പറയണം. വേദ കയറാൻ തുടങ്ങിയപ്പോഴത്തേനും വിക്രം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇത്രയും അങ്ങോട്ട് പോയി. വേദ പറഞ്ഞു, ഓഹോ അപ്പം എനിക്കിട്ട് പണി തന്നല്ലേ? ആര് പണി തന്നു? ഞാൻ പണി തന്നൊന്നുമില്ല. അപ്പം വിക്രം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വേദ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അന്നാ പോയിട്ട് വരട്ടെ എന്ന് കരുതി ഇത്ര ദൂരം അങ്ങോട്ട് ചെന്നിട്ട് വിക്രം തിരികെ വീണ്ടും വരുവാണ്. അപ്പോഴേക്കും വേദ ചോദിച്ചു, എന്ത് പറ്റി തിരികെ വീണ്ടും വന്നേ? അത് പിന്നെ പ്രാക്ക് മേടിക്കണ്ടല്ലോ എന്ന് കരുതി. ആരുടെ പ്രാക്ക്? എൻ്റെ പ്രാക്ക്. ഞാൻ മലയ്ക്കോ മാല ഇട്ടിരിക്കുമല്ലേ. ഓ അങ്ങനെ. വേണ്ട പൊയ്ക്കോ, ഞാൻ വന്നോളാം. നീ കയറുന്നുണ്ടാ കയറ് വേണ്ട ഇങ്ങോട്ട്. വേണ്ടാന്ന് പറഞ്ഞില്ലേ, അങ്ങോട്ട് പോ, അങ്ങോട്ട് ഞാൻ വരുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? ഇങ്ങോട്ട് കയറിങ്ങോട്ട്. അല്ലെങ്കിൽ ഇതേ മലയ്ക്കോ മാല ഇട്ടേക്കോ, അല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു. എൻ്റെ വായിന്നല്ലാത്ത വർത്താനമൊക്കെ വന്നേനും. വേദ പറഞ്ഞു, ഇനിയിപ്പം 41 ദിവസം വേണ്ടാത്ത വർത്താനങ്ങളൊന്നും വായിന്ന് വരണ്ട. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പം വിക്രം പിന്നെ കൂടുതലായിട്ടൊന്നും മിണ്ടിയില്ല. അങ്ങനെ അവർ വീട്ടിലേക്ക് പോവാം. അതേസമയം മാഷാണെങ്കിൽ ചന്തയിൽ പോയിട്ട് വീട്ടിലേക്ക് കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു. ആ സമയം കമല അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. കമലയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മാഷ് ചോദിച്ചു, അല്ല എന്തേ ശ്രീജയ്ക്ക് എന്തിയേ? അവർ ക്ഷേത്രത്തിൽ വരെ പോയി. ക്ഷേത്രത്തിലോ? അതെ, വിക്രത്തിന് എന്തൊക്കെയോ വഴിപാട് നടത്താനുണ്ടെന്ന് വേദ പറഞ്ഞു. അപ്പോൾ വേദ വിക്രത്തെയും കൂട്ടിക്കൊണ്ട് പോയി. ആ കൂടെ ശ്രീജയും നന്ദിനിയും പോയി. എന്ത് വഴിപാട് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും എൻ്റെ കമലെ, നീ എന്തിനാ ഇതിനൊക്കെ കൂട്ടി നിൽക്കുന്നേ? മാഷേ, എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. എന്ത്? ഇന്ന് രാവിലെ വേദ എന്നോടൊരു കാര്യം പറഞ്ഞു. ഒരു മാഞ്ചിയുടെ കഥ എന്നോട് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. കാരണം ആ കുട്ടി ഇപ്പോഴും വിക്രത്തെ നന്നാക്കി എടുക്കാനായിട്ട് നടക്കുന്നത്. ഒരാത്മവിശ്വാസം എനിക്ക് തോന്നി. എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു വിക്രം നന്നാവും എന്നുള്ളത്. പക്ഷേ ആ കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ, വേദയുടെ ആത്മവിശ്വാസം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി വിക്രത്തെ നന്നാക്കി എടുക്കാൻ സാധിക്കുമെന്ന്. എനിക്കത് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു, കാര്യമൊക്കെ കാര്യം തന്നെ, പക്ഷേ ആ കുട്ടിയുടെ ജീവിതം വെറുതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക മാഷേ. ചിലപ്പോൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, ചിലപ്പോൾ ഇതോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ശരിയാകുമായിരിക്കും. വിക്രം നന്നായാലോ? നന്നായെങ്കിൽ നന്നായെന്ന് പറയാം, ഒരുറപ്പും പറയാൻ നമുക്ക് പറ്റില്ല. അപ്പോഴേക്കുമാണ്
ബൈക്കിന് വേദയും വിക്രം കൂടെ വരുന്നത്. തെങ്ങ് നോക്കും മാഷേന്ന് പറയാണ്. വിക്രം ബൈക്കിൽ നിന്ന് ഇറങ്ങി. നെറ്റി നിറയും ചന്ദനക്കുറി. വേദയും കൂടെ ഇറങ്ങി. ആ കാഴ്ച കണ്ടപ്പോൾ കമലിക്ക് സന്തോഷം എടുക്കാൻ പറ്റിയില്ല. സത്യമാണ് എൻ്റെ ഭഗവാനെ ഞാൻ ഈ കാണുന്നേ, എൻ്റെ അയ്യപ്പസ്വാമി എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിൻ്റെ അടുത്തേക്ക് കമൽ ഓടിച്ചെന്നു. അപ്പോഴേക്കും വേദ പറഞ്ഞു, വിക്രം മലയ്ക്കുവാൻ മാലയിട്ടു. ദൈവമേ എൻ്റെ ഭഗവാനെ നീ കാത്തെന്നൊക്കെ പറയാം. ആ സമയം നന്ദിനിയും ശ്രീജയും കൂടെ ഓട്ടോറിക്ഷയ്ക്ക് വന്നിറങ്ങി. നന്ദിനി അങ്ങോട്ടേക്ക് പാഞ്ഞു കയറി വന്നിട്ട് പറഞ്ഞു, എൻ്റെ അമ്മ ക്ഷേത്രത്തിലേക്കൊന്ന് വരേണ്ടതായിരുന്നു. വന്നിട്ടുണ്ടെങ്കിൽ പെറ്റ തള്ള സൈക്കിളിലായിരുന്നു ആ കാഴ്ച. എന്ത് കാഴ്ച? ഇവള് വെച്ച പണിയേ, പാവം വിക്രം. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അല്ല എന്താ നന്ദിനി നീ പറയണേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, തെളിച്ചു പറ. അപ്പോഴേക്കും വേദ പറഞ്ഞു, അമ്മ അത്രയ്ക്കൊന്നുമില്ല. വിക്രം ഒന്ന് ശയനപ്രദക്ഷിണം നടത്തി. ഓ അതാണോ കാര്യം? അതിനാണോ നന്ദിനി നീ ഇത്ര പറയണേ? അമ്മയെ സാധാരണ ശയനപ്രദക്ഷിണം നടത്തുന്നതല്ല, ആ ചുറ്റുമതിന് ചുറ്റും ഒന്ന് കാണേണ്ടതായിരുന്നു. ഓ ആ കാഴ്ച ഒന്ന് വിക്രത്തിന് ദേഹമെല്ലാം പൊട്ടിയെന്ന് എനിക്ക് തോന്നേ. അപ്പോഴേക്കും വിക്രം നന്ദിനിയെ നോക്കി, അല്ലേ വിക്രം? ഓ അത്രയ്ക്കൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. വേദയ്ക്ക് ചിരി വന്നു. ആ സമയത്ത് നന്ദിനി പറഞ്ഞു, എന്നാലും ഇത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു വേദ. നീ ഇത്രയ്ക്കൊന്നും ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പാവം വിക്രം ശരണം വിളിക്കുന്നതിന് പകരം അയ്യോ അമ്മയെന്ന് വിളിക്കാൻ അവന് തോന്നിയും തോന്നേ. പക്ഷെ അവനൊന്നും വിളിച്ചില്ല. അവൻ നാണക്കേടായതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെയൊന്നും പറയാത്തേ. എന്താണെങ്കിലും വിക്രം പറഞ്ഞു, നന്ദിനി അടുത്തൊന്നും മിണ്ടാതിരിക്കാൻ പറയാണ്. ആ സമയത്ത് വിക്രത്തിൻ്റെ അടുത്തേക്ക് എന്നിട്ട് നന്ദിനി പറഞ്ഞു, എടാ നിനക്ക് വേദനിച്ചില്ലേ? നിൻ്റെ ദേഹമൊക്കെ പൊട്ടിയിട്ടില്ലേ? നീ ആ ഷർട്ടും കൂടി ഊരി കാണിക്കുക. നിൻ്റെ ദേഹമൊക്കെ പൊട്ടിക്കുന്ന എല്ലാവരും കാണട്ടെ. മാഷ് പറഞ്ഞു, ഇതേ നന്ദിനി മാല ഇട്ടിരിക്കുക വിക്രം. ഇനി വിക്രത്തെ ഇങ്ങനെ എടാ വാടാ പോടാന്നും വിളിക്കാൻ പറ്റില്ല. അവ സ്വാമിയോ? ഓ അങ്ങനെയാണോ? പെട്ടെന്ന് തന്നെ നന്ദിനി അങ്ങോട്ട് എന്നിട്ട്, അയ്യോ സ്വാമിയുടെ കുപ്പായ അങ്ങോട്ട് ഊരി മാറ്റി മാതാശ്രീയായ ആ ദേഹത്തെ മുറിവുകളൊക്കെ ഒന്ന് കാണിച്ചാലെന്ന് പറയണം. മാഷ് പറഞ്ഞു, ഇതേ നന്ദിനി കളിയാക്കണ്ട നീ പറഞ്ഞ കേട്ടല്ലോ. ഓ ഇനിയിപ്പം ഞാനൊന്നും പറയണില്ല. ഞാൻ എന്തേലും പറഞ്ഞാലാ പ്രശ്നം. ഞാനൊന്നും പറയണില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി അവിടെ നിന്നു. ആ സമയത്ത് മാഷ് പറഞ്ഞു, ഓ ഇതൊക്കെ എന്ത് ഇവന് ഇതിനേക്കാളും വലുത് അനുഭവിച്ചിട്ടുള്ളതല്ലേ? ഗുണ്ടാപ്പണി ചെയ്യുമ്പോൾ ഇതൊന്നും അല്ലല്ലോ. ഇതിനേക്കാളും വലുത് കിട്ടുന്നതല്ലേ? പിന്നെ ഇത് പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ? നന്ദിനി അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു, അച്ചായി കെട്ട് ഞാൻ എടുക്കാം. ആ സമയത്ത് വിക്രത്തെ നോക്കിയിട്ട് കമൽ പറഞ്ഞു, മോനെ നിനക്ക് ചൂടുവെള്ളം വെക്കട്ടെ? ഓ അതൊന്നും വേണ്ടമ്മേ. വേദ പറഞ്ഞു, വെക്കാമെന്ന് പറയണം. ശ്രീജ പറഞ്ഞു, ഞാൻ പോയി വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് ശ്രീജ അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ വിക്രം അങ്ങോട്ട് മുറിയിലേക്കും പോയി. ഇതേ സമയത്ത് വേദയോട് പറഞ്ഞു, മോളെ നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇതിനാന്നുള്ള ഒരു വാക്കുപോലെ നീ എന്നോട് പറഞ്ഞില്ലോ. അതമ്മേ ഞാൻ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് വേദ ഒരു ചിരി അടിച്ചിട്ട് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും മാഷിനോട് കമല പറഞ്ഞു, മാഷേ എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവൻ ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നമ്മളാരെങ്കിലും പ്രതീക്ഷയാണോ? ഇപ്പം എൻ്റെ മനസ്സിനൊരു കുളിർമയൊക്കെ തോന്നുന്നുണ്ട്. മരുഭൂമിയിൽ നിൽക്കുമ്പോൾ തണുത്ത വെള്ളം ശരീരത്തെ വീഴുന്നൊരു പ്രതീതി, അത് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അപ്പോഴേക്കും മാഷ് പറഞ്ഞു, എനിക്കിതൊക്കെ തന്നെയാണ്. സത്യമല്ല ഞാൻ പറയുന്നില്ല. ഒരു മനസ്സിലൊരു കുളിർക്കാറ്റ് പെയ്യുന്നുണ്ട്. ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, അയ്യപ്പസ്വാമി കാത്തോണേന്ന്, കൈവിടലെന്ന് മാത്രം. ഇനി ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം. ഈ ഒരു മാസം കഴിയുന്നോടം വരെ മാത്രമല്ല, അതിനുശേഷം അവൻ നന്നാവണം. എല്ലാം കേട്ടിഞ്ഞപ്പോൾ കമല പറഞ്ഞ് നന്നാവും മാഷേ എന്നൊക്കെ മാഷിന് ആത്മവിശ്വാസം കൊടുക്കുകയാണ്. ഇതേ സമയം വേദ മുറിയിലേക്ക് വന്നു. മുറിയിലേക്ക് വന്നപ്പോൾ വിക്രം ഇങ്ങനെ ഇരിക്കുക. വേദ പറഞ്ഞു, അങ്ങ് തിരിഞ്ഞിരിക്കുക, ഞാൻ ഓയിൽമെൻറ്റ് പുരട്ടിത്തരാം. വേണ്ട, എനിക്കാരും ഓയിൽമെൻറ്റ് പുരട്ടിത്തരണ്ട. എന്താ വിക്രം ആ മുറിവിലൊക്കെ ഞാൻ പുരട്ടിത്തരാം. വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഒടുവിൽ വേദ പറഞ്ഞു, വേണ്ടെങ്കിൽ വേണ്ട, നീ അതങ്ങ് തന്നാൽ മതി, ഞാൻ തന്നെ പുരട്ടിക്കാളാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. വേദ പറഞ്ഞു, എന്താണ് 41 ദിവസം വ്രതം എടുത്ത് ശബരിമലയ്ക്ക് പോയിട്ട് വരുമ്പോൾ നല്ലൊരു കാര്യം തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കണ്ടു, വിക്രത്തിന് ഒത്തിരി മാറ്റം ഉണ്ടാവും. വിക്രത്തിൻ്റെ മനസ്സിലെ ആ ഗുണ്ടാചിന്തയൊക്കെ മാറിയിട്ട് മനസ്സ് നല്ല നൈർമല്യമാവും, നല്ല ശുദ്ധിയാവും. നല്ല രീതിയിൽ തന്നെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ വിക്രത്തിന് സാധിക്കും. അത് കേട്ടപ്പോൾ വിക്രം ഒന്നും മിണ്ടിയില്ല. വേദ ആ ഓയിൽമെൻറ്റും കൊടുത്തങ്ങോട്ട് വാതിക്കലേക്ക് നീങ്ങിയപ്പം വിക്രം ഷർട്ട് ഊരിയിട്ട് ഓയിൽമെൻറ്റ് പുരട്ടാൻ തുടങ്ങണം. വിക്രത്തിന് പുരട്ടാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും വേദ പറഞ്ഞു, ഇങ്ങോട്ട് ഞാൻ പുരട്ടിത്തരാം. എന്നാൽ ഒന്ന് പുരട്ട് എന്നൊക്കെ ദേഷ്യപ്പെട്ട് പറഞ്ഞു. വേദ എന്ത് ചെയ്യണം, അങ്ങ് ചെന്നിട്ട് ഷർട്ട് ഊരി മാറ്റി അങ്ങനെ ഓയിൽമെൻറ്റ് പുരട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതെൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.